ബിൽഡിംഗ് മെയിൻ്റനൻസ് ആൻഡ് സർവീസിൻ്റെ ഫസ്റ്റ് മൊഡ്യൂളിലെ ഫസ്റ്റ് പാർട്ടിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ബിൽഡിംഗ് മെയിൻ്റനൻസ് ആൻഡ് സർവീസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടോപ്പിക്കിലാണ് നമ്മളിപ്പോൾ ഈ ക്ലാസ് മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത്. നമ്മളതിൻ്റെ കുറേ കാര്യങ്ങൾ, ഇൻട്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ വീഡിയോകളിൽ നോക്കി കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചു. ഈ ഒരു ക്ലാസ് മുതൽ, ഈ ഒരു വീഡിയോ മുതൽ നിങ്ങൾ കറക്റ്റ് നോട്ടും അനുബന്ധ ഉപകരണങ്ങളും നിങ്ങളുടെ കയ്യിൽ കരുതുക. ഇനി വരുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്തെടുക്കേണ്ടതാണ്. ലെക്ചർ നോട്ടുകൾ എഴുതാം, അതുപോലെ തന്നെ ഇതിൽ കാണിക്കുന്ന സ്ക്രീനിൽ കാണുന്ന നോട്ട്സുകൾ നിങ്ങൾക്ക് പകർത്തി എഴുതാം. നമ്മൾ വ്യത്യസ്ത നിറങ്ങളിലുള്ള പേനകൾ നിങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നന്നായിരിക്കും. കാരണം ഹൈലൈറ്റ് ചെയ്തിട്ട് നല്ലൊരു നോട്ട്സാക്കി മാറ്റാം. അത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി ബിൽഡിംഗ് മെയിൻ്റനൻസ് ആൻഡ് സർവീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സബ്ജക്റ്റിലേക്ക് നമ്മൾ എൻ്റർ ചെയ്യുകയാണ്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ സിലബസ്. സിലബസിൽ നമ്മൾ ഈ ഫസ്റ്റ് മൊഡ്യൂളിൽ കൂടുതലായിട്ട് പറയുന്നത് ഡ്യൂറബിലിറ്റിയെ കുറിച്ചാണ്. ഡ്യൂറബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, എന്തൊക്കെയാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ്, എങ്ങനെയൊക്കെയാണത് നമ്മൾ നോക്കുന്നത്, അതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, മെയിനായിട്ട് കോൺക്രീറ്റ് സ്ട്രക്ചറിനെ കുറിച്ച് കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെയൊക്കെ എക്സ്പീരിയൻസിൽ ഒരുപാട് കാര്യങ്ങൾ വരാം അല്ലേ, നമുക്ക് ഒരുപാട് ചോദ്യങ്ങൾ വരാം. നമ്മുടെ വീടുകൾക്കൊക്കെ ഉണ്ടാകുന്ന ചോർച്ചകൾ, അല്ലെങ്കിൽ ചില സ്ഥലങ്ങളൊക്കെ ചുമരുകൾ ക്രാക്ക് വീണതൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ചില സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ നമുക്കൊക്കെ ഈ ഒരു ഫീൽഡായിട്ട് നമ്മൾ ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുമ്പോൾ നേരിടുന്ന ഒരുപാട് ചോദ്യങ്ങളുണ്ടാവും. അതിനെന്തൊക്കെ പരിഹാരങ്ങൾ എന്നൊക്കെ ചോദിക്കും നമുക്ക്. ഇപ്പം ലീക്കേജാണ് മെയിനായിട്ട് നമ്മുടെ കോൺക്രീറ്റ് സ്ട്രക്ചറിനുള്ള ഒരു റൂഫിനുണ്ടാകുന്ന കുറേ ഒരു പ്രശ്നങ്ങളിലൊന്ന്. ചില സ്ഥലങ്ങളിൽ ഇങ്ങനെ കോൺക്രീറ്റ് അടർന്ന് വീഴുന്നതൊക്കെ കാണാം. അപ്പോൾ ഇതെന്തുകൊണ്ടാണ്, ഇതിൻ്റെ പരിഹാരങ്ങൾ എന്തൊക്കെയാണ്. ചില സ്ഥലത്ത് ചുമരിലൊക്കെ ക്രാക്കുകൾ കാണാം. ചില സ്ഥലത്ത് വീടുകൾ തന്നെ ഇരുന്ന് പോയി, നമ്മൾ കഴിഞ്ഞ വീടുകളൊക്കെ കണ്ടുപോലെ ഇരുന്ന് പോയിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ഒരു ബിൽഡിങ്ങുകളിൽ, നമ്മുടെ സ്ട്രക്ചറിൽ ഒക്കെ നമുക്ക് കാണാം. അങ്ങനെ ഉണ്ടാവുകയാണെങ്കിൽ അത് എന്തൊക്കെയാണ്, അതിൻ്റെ പരിഹാരങ്ങൾ എന്തൊക്കെയാണ്. ചില സ്ഥലങ്ങളിലൊക്കെ നമുക്ക് പഴയ വീടുകളൊക്കെ മുകളിലേക്ക് എടുക്കേണ്ട ചില കണ്ടീഷൻസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അത് എടുക്കാൻ പറ്റുമോ, എവിടെയൊക്കെ ബീം കൊടുക്കണം, മറ്റു കാര്യങ്ങളൊക്കെ നമ്മളോട് ചോദിക്കാറ് നിരന്തരം നമ്മൾ കേൾക്കുന്ന ചോദ്യങ്ങളാണ്. അത്തരത്തിലുള്ള ചോദ്യങ്ങൾക്കൊക്കെയുള്ള ഒരുപാട് മറുപടികൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു മൊഡ്യൂളിലൂടെ നമുക്ക് പഠിച്ചെടുക്കാം, ഈ ഒരു സബ്ജക്റ്റിലൂടെ നമുക്ക് പഠിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ലൈഫായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഈ കൺസ്ട്രക്ഷൻ ഫീൽഡുമായിട്ട് വളരെ അടുത്തിട്ടുള്ളൊരു സബ്ജക്റ്റാണ് ഈ ഒരു BMS എന്ന് പറഞ്ഞാൽ. നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ ഫസ്റ്റ് നോക്കാം സ്ട്രക്ചർ എന്താണെന്നാണ്. എന്താണ് ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ? നമ്മൾ നേരത്തെ കൂടി പറഞ്ഞു സ്ട്രക്ചർ എന്താണെന്ന് കാര്യങ്ങളൊക്കെ ഞങ്ങൾ സംസാരിച്ചില്ലേ. ഒരു സ്ട്രക്ചറിൻ്റെ ഡ്യൂറബിലിറ്റി കാര്യങ്ങൾ, സേഫ്റ്റി കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ എന്താണ് ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ? സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസംബ്ലേജ് ഓഫ് നമ്പർ ഓഫ് components like slab, beams, columns, foundations, etc. ഒരു സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കമ്പോണൻസിൻ്റെ ഒരു അസംബ്ലേജ് ആയിട്ടുള്ള രൂപമാണ്, കുറച്ച് കമ്പോണൻസിൻ്റെ ഒരു കൂടിച്ചേർന്നിട്ടുള്ള രൂപമാണ്. അപ്പോൾ നമ്മളൊരു കോൺക്രീറ്റ് ബിൽഡിംഗ് ആണ് പറയുന്നതെങ്കിൽ, അല്ലെങ്കിൽ കോൺക്രീറ്റ് സ്ട്രക്ചറാണ് നമ്മൾ പറയുന്നതെങ്കിൽ അതിലുള്ള കമ്പോണൻസ് എന്ന് പറഞ്ഞാൽ സ്ലാബ് ഉണ്ടാവും, ബീം ഉണ്ടാവും, കോളംസ് ഉണ്ടാവും, ഫൗണ്ടേഷൻസ് ഉണ്ടാവും, എക്സെട്ര അല്ലേ. ഇത്രയും കാര്യങ്ങളൊക്കെ കൂടി ചേർന്നിട്ടുള്ള ഒരു കമ്പോണൻസ്, അല്ലെങ്കിൽ ഇത്രയും കാര്യങ്ങളൊക്കെ ഇത്രയും കമ്പോണൻസ് ഒക്കെ കൂടി ചേർന്നിട്ടുള്ള ഒരു രൂപം അല്ലെങ്കിൽ ഒരു സംവിധാനമാണ് സ്ട്രക്ചർ. പക്ഷെ ഇതിൻ്റെ കണ്ടീഷൻസ് കൊണ്ടുണ്ട്. എന്താണ്? വിച്ച് റിമെയിൻ ഇൻ ഇക്വിലിബ്രിയം. ഇങ്ങനെയൊക്കെ കൂടി ചേർന്നാൽ മാത്രം പോരാ, അത് ഇക്വിലിബ്രിയത്തിലായിരിക്കണം, അതൊരു സ്ഥായിയായ സ്ഥിതിയിലായിരിക്കണം അല്ലേ. വിൻഡ് ലോഡിനെയും അതുപോലെ മറ്റു ലോഡുകളെയും ഒക്കെ താങ്ങാൻ, സെറ്റിലാവാതെ, ഭൂമിയിലേക്ക് താഴ്ന്നു പോകാതെ, ചെരിഞ്ഞു പോകാതെ, വീണ് പോകാതെ, അത് ഇക്വിലിബ്രിയം കണ്ടീഷനിൽ അല്ലെങ്കിൽ ഒരു ഇക്വിലിബ്രിയത്തിൽ നിൽക്കുന്ന ഒരുപാട് കമ്പോണൻസിൻ്റെ ഒരു അസംബ്ലേജ് ആയിട്ടുള്ള ഒരു രൂപമാണ് നമ്മൾ സ്ട്രക്ചർ എന്ന് പറയുന്നത്. നമുക്കൊരു ചിത്രം കാണാം. ഇത് ഒരു ടിപ്പിക്കൽ RC ഫ്രെയിം ബിൽഡിങ്ങിൻ്റെ ഒരു സ്കെച്ചാണ്. ഒരു റെയിൻഫോഴ്സ്ഡ് കോൺക്രീറ്റ് ഫ്രെയിം ബിൽഡിങ്ങിൻ്റെ ഒരു സ്ട്രക്ചറാണ്, ഒരു ടിപ്പിക്കൽ സ്ട്രക്ചറാണ് ഈ ചിത്രത്തിൽ കണ്ടിട്ടുള്ളത്. ഇവിടെ നമുക്ക് ആ ഒരു സ്ട്രക്ചറിൽ, ഈ സ്ട്രക്ചറിൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ള മെമ്പേഴ്സിനെയൊക്കെ നമുക്ക് കാണാൻ പറ്റും അല്ലേ. സ്ലാബ് കാണാം, അതിൽ ബീം കാണാം, കോളം കാണാം, അതുപോലെ തന്നെ ഫൗണ്ടേഷൻ ഒക്കെ കാണാം. അപ്പോൾ ഈ ഒരു സ്ട്രക്ചർ ഇതിപ്പം അവിടെ നിന്ന് മറഞ്ഞു വീഴൊന്നുമില്ല, കാരണം അതിൻ്റെ ഫൗണ്ടേഷനൊക്കെ ക്രമീകരിച്ചിട്ട് നമുക്ക് മനസ്സിലാക്കാം അല്ലേ, ആ ലോഡിനനുസരിച്ചുള്ളത്. അതൊരു ഒരു ഇക്വിലിബ്രിയത്തിൽ നിൽക്കുന്നൊരു ഒരു
നമ്പർ ഓഫ് കമ്പോണൻസിൻ്റെ ഒരു അസംബ്ലേജ് ആയിട്ടുള്ളൊരു സംവിധാനമാണ്. അപ്പം ഇതിന് പറയുന്ന പേരാണ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ സ്ട്രക്ചറിൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസംബ്ലേജ് ഓഫ് എ നമ്പർ ഓഫ് കമ്പോണൻസ് ലൈക്ക് സ്ലാബ്, ബീം, കോളംസ്, ഫൗണ്ടേഷൻ എക്സെട്ര. പക്ഷേ ഇതിനൊരു കണ്ടീഷൻ ഉണ്ട്, അടിവരയിടേണ്ട ഒരു കണ്ടീഷൻ ഉണ്ട്, ഇക്വിലിബ്രിയത്തിലായിരിക്കണം, വിച്ച് റിമെയിൻസ് ഇൻ ഇക്വിലിബ്രിയം. അല്ലേ, ഇക്വിലിബ്രിയം എന്നുള്ള ഭാഗത്തിൽ നമ്മൾ അടിവരയിടേണ്ട സംഭവമാണ്. അങ്ങനെ ഇക്വിലിബ്രിയത്തിലായിരിക്കുന്ന ആ ഒരു സ്ട്രക്ചർ, ആ ഒരു സംഭവത്തിന് പറഞ്ഞ പേരാണ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ. നമുക്ക് ടോപ്പിക്കിലേക്ക് നോക്കാം. ബേസിക് ബിൽഡിംഗ് കമ്പോണൻസ്. ബേസിക് ബിൽഡിംഗ് കമ്പോണൻസ് എന്തൊക്കെയാണ്? നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. നമ്മുടെ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ് ആൻഡ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞുള്ള CME എന്ന് പറഞ്ഞ സബ്ജക്റ്റിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് ബേസിക് ബിൽഡിംഗ് കമ്പോണൻസ് എന്തൊക്കെയാണെന്നുള്ളത്. അതുപോലെ തന്നെ BPD-യിൽ നമ്മൾ വരച്ചിട്ടുള്ള കാര്യങ്ങളാണ് ബിൽഡിംഗ് കമ്പോണൻസ്. എന്തൊക്കെയാണ് ബേസിക് ബിൽഡിംഗ് കമ്പോണൻസ് ഒന്ന് പറഞ്ഞ്. ഫസ്റ്റ് ബേസിക് ക്ലാസിഫിക്കേഷൻ എങ്ങനെ വരുന്നത്? യെസ്, സബ്സ്ട്രക്ചറും സൂപ്പർ സ്ട്രക്ചറും അല്ലേ. ബിൽഡിങ്ങിൻ്റെ ബേസിക് ബിൽഡിംഗ് കമ്പോണൻസ് എന്ന് പറഞ്ഞാൽ ഒന്ന് സബ്സ്ട്രക്ചറും മറ്റത് സൂപ്പർ സ്ട്രക്ചറുമാണ്. അപ്പോൾ എന്താണ് സബ്സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ? എന്താ സബ്സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഒന്ന് പറഞ്ഞു നോക്കിയേ. സബ്സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോർഷൻ ഓഫ് ബിൽഡിംഗ് ലൊക്കേറ്റഡ് ബിലോ ഗ്രൗണ്ട് ലെവൽ. ഗ്രൗണ്ട് ലെവലിൽ താഴെയുള്ള ബിൽഡിങ്ങിൻ്റെ പോർഷൻസിനെ പറഞ്ഞ പേരാണ് സബ്സ്ട്രക്ചർ അല്ലേ. അപ്പോൾ എന്താണ് സൂപ്പർ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ? സൂപ്പർ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ നേരെ തിരിച്ചല്ലേ, എന്താണ് പോർഷൻ ഓഫ് ബിൽഡിംഗ് ലൊക്കേറ്റഡ് എബോവ് ഗ്രൗണ്ട് ലെവൽ. അപ്പോൾ സബ്സ്ട്രക്ചർ എന്താണെന്നും സൂപ്പർ സ്ട്രക്ചർ എന്താണെന്നും മനസ്സിലാക്കി അല്ലേ. സൂപ്പർ സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ പോർഷൻ ഓഫ് ബിൽഡിംഗ് ലൊക്കേറ്റഡ് എബോവ് ഗ്രൗണ്ട് ലെവൽ. ഗ്രൗണ്ട് ലെവലിൽ മുകളിലേക്കുള്ള ഭാഗങ്ങളൊക്കെ നമ്മൾ സൂപ്പർ സ്ട്രക്ചർ എന്നും ഗ്രൗണ്ട് ലെവലിൽ താഴേക്കുള്ള ഭാഗങ്ങളൊക്കെ നമ്മൾ സബ്സ്ട്രക്ചർ എന്ന് പറയും. കൺഫ്യൂഷൻ തീർന്നല്ലോ. അപ്പോൾ എന്തൊക്കെയായിരിക്കും സബ്സ്ട്രക്ചറിൽ പെടുക? ജസ്റ്റ് ഒന്ന് പറഞ്ഞേ, എന്തൊക്കെയായിരിക്കും സബ്സ്ട്രക്ചറിൽ പെടുക? സബ്സ്ട്രക്ചറിൽ എന്താ ഉള്ളത്? ഭൂമിയുടെ അടിയിൽ എന്താ ഉള്ളത്? ഫൗണ്ടേഷൻ അല്ലേ, അല്ലെങ്കിൽ ഫൂട്ടിംഗ് എന്ന് പറയും. അപ്പോൾ സബ്സ്ട്രക്ചറിലുള്ളത് ഫൂട്ടിംഗ് ആണ് അല്ലെങ്കിൽ ഫൗണ്ടേഷൻ ആണ്. അപ്പോൾ സൂപ്പർ സ്ട്രക്ചറിലുള്ളത് എന്തായിരിക്കും? അതിൻ്റെ മുകളിലേക്കുള്ള കാര്യങ്ങൾ അല്ലേ. അപ്പോൾ നമുക്ക് ഓരോന്നിങ്ങനെ പറഞ്ഞു നോക്കാം. ഏതൊക്കെയോ ജസ്റ്റ് ഒന്ന് പറഞ്ഞേ. യെസ്, പ്ലിന്ത്, ബീം, കോളം, വാൾസ് ചുമരുകൾ അല്ലേ, ആർച്ചസ്, റൂഫ്സ്, സ്ലാബ്, ലിൻഡൽ, പാരപ്പറ്റ്, സ്റ്റെയർകേസ്, ഡോർസ്, വിൻഡോസ്, വെന്റിലേറ്റർ, സൺഷെയ്ഡ്, ചിമ്മിനി, ഫ്ലോറിംഗ്, പേവിംഗ്, പിന്നെ മറ്റു കാര്യങ്ങളൊക്കെ അല്ലേ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മളൊരു ബേസിക് ബിൽഡിംഗ് കമ്പോണൻസിൽ പഠിക്കാറുള്ളത്. സൂപ്പർ സ്ട്രക്ചറും സബ്സ്ട്രക്ചറും ഉണ്ട്. അപ്പോൾ എന്താണ് സബ്സ്ട്രക്ചർ എന്ന് നോക്കി, അതുപോലെ തന്നെ എന്താണ് സൂപ്പർ സ്ട്രക്ചർ എന്ന് നോക്കി. ഇനി നമുക്ക് അടുത്തൊരു പാർട്ട്, ഡ്യൂറബിലിറ്റി. എന്താണ് ഡ്യൂറബിലിറ്റി? നിങ്ങൾ ഈ ചിത്രം കണ്ടോ? ഈ ചിത്രത്തിൽ എന്താ നിങ്ങൾക്ക് കാണാനുള്ളത്? ഒരു വെള്ളത്തിലുള്ളൊരു സ്ട്രക്ചർ അല്ലേ, അത് പൊട്ടിപ്പൊളിഞ്ഞിട്ടുണ്ട്, ചില തൂണുകളൊക്കെ ചെരിഞ്ഞിട്ടുണ്ട്. അതായത് ഇതിന് കാലാവധി കഴിഞ്ഞിട്ടുണ്ട് അല്ലേ. ഇത് ഇനി അധികം ആയുസില്ല, ഇനി ഒരു ലോഡ് അതിൽ വന്നാൽ അത് താഴേക്ക് പതിക്കും, അല്ലെങ്കിൽ അതിന് കാലാവധി കഴിഞ്ഞു. അപ്പോൾ ഈ കാലാവധിയെ പറഞ്ഞ പേരാണ് ഡ്യൂറബിലിറ്റി എന്ന് പറഞ്ഞാൽ അല്ലേ. അപ്പോൾ ഒരു ബിൽഡിംഗ് എത്രത്തോളം ഈട് നിൽക്കും, എത്രത്തോളം കാലം നിലനിൽക്കും, ആ ഒരു പീരീഡിന് പറഞ്ഞ പേരാണ് ഡ്യൂറബിലിറ്റി. അപ്പം നമുക്ക് ഡ്യൂറബിലിറ്റി ഒരു ഡെഫിനിഷൻ വേണമല്ലോ അല്ലേ. അപ്പോൾ എന്താണ് ഡ്യൂറബിലിറ്റി നോക്കാം. ഡ്യൂറബിലിറ്റിക്ക് നമ്മൾ പറയുന്ന ഡെഫിനിഷനാണ് എബിലിറ്റി ടു റെസിസ്റ്റ് വെതറിംഗ് ആക്ഷൻ, കെമിക്കൽ അറ്റാക്സ്, അബ്രേഷൻ ഓർ എനി അതർ പ്രോസസ് ഓഫ് ഡിറ്റീരിയേഷൻ ഫോർ എ ലോങ് ടൈം. ഡ്യൂറബിലിറ്റി എന്ന് പറഞ്ഞാൽ എബിലിറ്റി ടു റെസിസ്റ്റ്, തടയാനുള്ളൊരു കഴിവാണ്. എന്തിന്? വെതറിങ് ആക്ഷൻ മൂലം. അതായത് വെതറിങ് ആക്ഷൻ മൂലമാണ് ഈ പൊട്ടിപ്പൊളിഞ്ഞ് പോരുന്നത് അല്ലേ. വെതറിങ് ആക്ഷൻ മൂലം ഉണ്ടാകുന്ന പൊട്ടിപ്പൊളിഞ്ഞ് പോരുക, അല്ലെങ്കിൽ വെതറിങ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഈ പൊളിഞ്ഞൊക്കെ പോരുന്ന സംഭവത്തിന് പറഞ്ഞ പേരാണ് വെതറിങ് ആക്ഷൻ. അത് മഴ കൊണ്ടോ അല്ലെങ്കിൽ വെയിൽ കൊണ്ടോ കാറ്റ് കൊണ്ടോ ചൂട് കൊണ്ടോ ഒക്കെ ആവാം. അങ്ങനെയുള്ള വെതറിങ് ആക്ഷനിൽ നിന്നുള്ള ഒരു റെസിസ്റ്റ്. അല്ലെങ്കിൽ കെമിക്കൽ അറ്റാക്സ്. ഇപ്പോൾ ഇത് കടലിലുള്ള ബിൽഡിംഗ് ആണെങ്കിലോ ഇതിൽ കെമിക്കൽ അറ്റാക്സ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അല്ലേ. കാരണം സോൾട്ട് വാട്ടർ ആണ്, അപ്പോൾ അതിൽ നിന്നുള്ള കുറേ കെമിക്കൽ അറ്റാക്സ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനത്തെ തരത്തിലുള്ള കെമിക്കൽ അറ്റാക്സിനെ റെസിസ്റ്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി, ഒരു എബിലിറ്റി.
അല്ലെങ്കിൽ അബ്രേഷൻ, തട്ടി മുട്ടിയൊക്കെ പൊട്ടിപ്പൊടിഞ്ഞ് പോകുന്ന സംഭവമാണ് അബ്രേഷൻ എന്ന് പറഞ്ഞാൽ. ഇതിലേക്ക് വന്നിട്ട് മറ്റു കാര്യങ്ങൾ, കല്ലുകളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംഭവങ്ങളൊക്കെ വന്നിട്ട് തട്ടി മുട്ടിയിട്ട് അത് പൊട്ടിപ്പൊടിഞ്ഞ് പോകുന്ന ഒരു സംഭവം. അതുകൊണ്ടുണ്ടാകുന്ന ആ ഒരു പൊട്ടിപ്പൊളിയൽ അതിനെ റെസിസ്റ്റ് ചെയ്യാൻ കഴിവുണ്ടാണ്. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഡിറ്റീരിയറേഷൻ ആയിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇതിന് വരുന്ന ധ്രുവീകരണങ്ങൾ, കേടുപാടുകൾ സംഭവിക്കുന്ന മറ്റെന്തെങ്കിലും കാരണങ്ങൾ. അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്ന ഈ സംഭവങ്ങളിലേക്ക് റെസിസ്റ്റ് ചെയ്യാനുള്ള ഒരു കഴിവിനെ, അത് എത്ര കാലം, ഫോർ എ ലോങ് ടൈം, കുറച്ചു കാലത്തേക്കൊന്നല്ല, ആ ഒരു ബിൽഡിങ്ങിന് അല്ലെങ്കിൽ ആ ഒരു സ്ട്രക്ചറിന് നമ്മൾ പറയുന്ന ഒരു കാലാവധിയുണ്ട്. ആ കാലാവധി എത്രയാണോ അത്രയും കാലം ഇത്തരത്തിലുള്ള ഈ വെതറിങ് ആക്ഷൻ ആവാം, കെമിക്കൽ അറ്റാക്സ് ആവാം, അബ്രേഷൻ ആവാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഡിറ്റീരിയറേഷൻസ് ആവാം, ഇതുവയിൽ നിന്നൊക്കെ റെസിസ്റ്റ് ചെയ്യാനുള്ള ഒരു കഴിവ്, ആ ഒരു എബിലിറ്റിയെ പറയുന്ന പേരാണ് ഡ്യൂറബിലിറ്റി. അപ്പോൾ ഇതിൻ്റെ ഡെഫിനിഷൻ ശരിക്കും പഠിച്ചു വെക്കുക, ചോദിക്കാൻ സാധ്യതയുണ്ട്. എന്താണ് ഡ്യൂറബിലിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ ഈ ഒരു ഡെഫിനിഷൻ നമുക്ക് കിട്ടിയിട്ടുള്ളത് അമേരിക്കൻ കോൺക്രീറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ ACI എന്ന് പറയുന്ന അവരുടെ ഒരു ഡെഫിനിഷനാണ് നമ്മളിവിടെ ഇതിനായിട്ട് പഠിക്കാൻ ഉപയോഗിച്ചിട്ടുള്ളത്, ഡ്യൂറബിലിറ്റിയുടെ ഡെഫിനിഷൻ. അപ്പോൾ ഈ ഒരു ഡ്യൂറബിലിറ്റിയുടെ ഡെഫിനിഷൻ ശരിക്കും നമ്മൾ പഠിക്കുക, മനസ്സിലാക്കി പഠിക്കുക. ഇത് ചോദ്യങ്ങൾ ചാൻസ് ഉണ്ട്. എന്തൊക്കെയാണ് നമുക്ക് ഇമ്പോർട്ടൻസ് ഓഫ് ഡ്യൂറബിലിറ്റി നോക്കാം. ഒരു ഡ്യൂറബിലിറ്റി എന്തുകൊണ്ട് വേണം, അല്ലെങ്കിൽ എന്താണ് ഡ്യൂറബിലിറ്റി ഇമ്പോർട്ടൻസ് നോക്കാം. ഫസ്റ്റ് നമ്മൾ പറഞ്ഞത് ലോങ് സർവീസ് ലൈഫ് എന്നാണ്. ഡ്യൂറബിലിറ്റി ഉള്ളത് കൊണ്ട് നമുക്ക് കിട്ടുന്നതാണ് ഒരുപാട് കാലം ആ ഒരു സ്ട്രക്ചർ നമുക്ക് ഉപയോഗിക്കാം, അല്ലേ? നമുക്ക് അവിടെ ആ ഒരു സ്ട്രക്ചർ ഒരുപാട് സമയം, ഒരുപാട് കാലങ്ങൾ, വർഷങ്ങൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ് ഡ്യൂറബിലിറ്റി കൊണ്ടുള്ളൊരു ഗുണം. ഡ്യൂറബിലിറ്റി ഉണ്ടായാൽ നമുക്ക് കിട്ടുന്ന ഒരു മെച്ചം അതാണ്, അല്ലേ? ഇപ്പോൾ നമ്മൾ ഒരു ബിൽഡിങ് ഉണ്ടാക്കുകയാണെങ്കിൽ, നമ്മളൊരു വീട് ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ 10-20 കൊല്ലം അല്ലെങ്കിൽ ഒരു 10-40 വർഷം ഒക്കെ നമുക്ക് ആ ഒരു വീടിൽ ഉപയോഗിക്കാൻ കിട്ടുകയാണെങ്കിൽ അത്രയും ഡ്യൂറബിലിറ്റി ഉണ്ട് എന്നാണ് പറയുന്നത്. ഇനിയിപ്പോൾ ഇനിയിപ്പോൾ സ്ട്രക്ചർ അല്ലെങ്കിൽ മറ്റെന്ത് കാര്യങ്ങൾ നമ്മൾക്കാണെങ്കിലും, നമ്മുടെ മൊബൈൽ ഫോൺ ആണെങ്കിൽ അത് കൂടുതൽ കാലം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് അതിൻ്റെ ഒരു ഡ്യൂറബിലിറ്റിയാണ്. അതിൻ്റെ സർവീസ് എത്രത്തോളം നമുക്ക് കിട്ടുന്നത് അത് അതിൻ്റെ ഡ്യൂറബിലിറ്റിയാണ്. അപ്പോൾ ഡ്യൂറബിലിറ്റിൻ്റെ ഒരു ഇമ്പോർട്ടൻസ്, ഫസ്റ്റ് ഇമ്പോർട്ടൻസ് എന്ന് അല്ലെങ്കിൽ നമ്മൾ മെയിൻ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ അതൊരു ലോങ് സർവീസ് ലൈഫ് അതിൽ നിന്ന് കിട്ടും എന്നുള്ളതാണ്. ഒരുപാട് വർഷം നമുക്ക്, ഒരുപാട് കാലങ്ങൾ നമുക്ക് ആ ഒരു കൺസ്ട്രക്ഷൻ, ആ ഒരു സ്ട്രക്ചർ, ആ ഒരു ബിൽഡിങ് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. വീടാണെങ്കിൽ നമുക്ക് താമസിക്കാൻ സാധിക്കും, ഹോസ്പിറ്റലാണെങ്കിൽ നമുക്ക് അതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യാം, സ്കൂളുകൾ കോളേജുകളൊക്കെ ആണെങ്കിൽ നമുക്ക് പഠിക്കാൻ ഉപയോഗിക്കാം. അപ്പോൾ അതൊക്കെ അതിൽ നിന്ന് കിട്ടുന്ന സർവീസ് അതാണ്. അപ്പോൾ ഈ സർവീസ് ലൈഫ് കൂടുതൽ കാലം നിലനിൽക്കും എന്നുള്ളതാണ് ഡ്യൂറബിലിറ്റി കൊണ്ടുള്ളൊരു പ്രത്യേകത അല്ലെങ്കിൽ ഒരു ഗുണം. രണ്ടാമത് നമ്മൾ പറഞ്ഞത് വിത്ത്സ്റ്റാൻഡ് വാരിയിങ് എക്സ്പോഷർ കണ്ടീഷൻസ്. നേരത്തെ നമ്മൾ പറഞ്ഞു ആ തൂണുകൾ നശിച്ച ഒരുപാട് കാരണങ്ങളല്ലേ, ആ എക്സ്പോഷർ കണ്ടീഷനിൽ വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ ഇതിന് ഒരു കപ്പാസിറ്റി കിട്ടും ഡ്യൂറബിലിറ്റി എന്നാകുമ്പോൾ. ആ വെതർ ആക്ഷൻ ആവാം, കെമിക്കൽ അറ്റാക്സ് ആവാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും റിറ്റോറേഷൻസ് ആവാം, അബ്രേഷൻ ആവാം. ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ ഒരു വിത്ത്സ്റ്റാൻഡിങ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി കിട്ടും ഡ്യൂറബിലിറ്റി കൂടിയാൽ. അപ്പോൾ ഈ ഡ്യൂറബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒന്ന് ഇതുമാണ്, നമുക്ക് ഈ എക്സ്പോഷർ കണ്ടീഷൻസിൽ നിന്നുള്ള ഒരു വിത്ത്സ്റ്റാൻഡിങ്, അല്ലേ? വിത്ത്സ്റ്റാൻഡിങ് വാരിയിങ് എക്സ്പോഷർ കണ്ടീഷൻസ്. അടുത്ത പോയിന്റ് എന്ന് പറഞ്ഞാൽ റിഡക്ഷൻ ഓഫ് മെയിൻ്റനൻസ് ആൻഡ് റിപ്പയർ കോസ്റ്റ്. അപ്പോൾ നമ്മളൊരു ബിൽഡിംഗ് ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ച് കാലം കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, അതിൽ മെയിൻ്റനൻസ് വരും, അല്ലെങ്കിൽ റിപ്പയറിങ് വരും, അല്ലേ? ഏതൊരു സംഭവമാണെങ്കിലും. അപ്പം നല്ല ഡ്യൂറബിലിറ്റി ഉള്ള ഒരു കൺസ്ട്രക്ഷൻ ആണെങ്കിലും, ഒരു നിർമ്മിതി ആണെങ്കിലും, ഒരു ബിൽഡിംഗ് ആണെങ്കിൽ നമുക്ക് അവിടെ ഈ മെയിൻ്റനൻസിൻ്റെ റിപ്പയറിൻ്റെ കോസ്റ്റൊക്കെ കുറക്കാൻ സാധിക്കും. മെയിൻ്റനൻസിൻ്റെ റിപ്പയറിൻ്റെ ഒക്കെ നല്ല കോസ്റ്റ് വരാൻ ചാൻസ് ഉണ്ട്, ഒരുപാട് പണം ചിലവഴിക്കേണ്ടതായിട്ട് വരും. അപ്പം അതൊക്കെ നമുക്ക് കുറച്ചെടുക്കാം നല്ല ഡ്യൂറബിലിറ്റി ഉള്ള ഒരു ബിൽഡിംഗ് ആണെങ്കിൽ. അത് അവിടുത്തെ മെയിൻ്റനൻസും റിപ്പയറൊക്കെ നമുക്ക് അത് കുറയ്ക്കാം. അതുമൂലം അതിൻ്റെ പണം അല്ലെങ്കിൽ അതിൽ ചിലവഴിക്കേണ്ട ആ കോസ്റ്റും നമുക്ക് കുറച്ചെടുക്കാം എന്നുള്ളതാണ് ഡ്യൂറബിലിറ്റിൻ്റെ മറ്റൊരു ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ. നാലാമത് നമ്മൾ നോക്കുന്ന പോയിന്റ് സേഫ്റ്റി ആൻഡ് ക്വാളിറ്റി അഷ്വറൻസ് ആണ്. നല്ല ഡ്യൂറബിൾ ആയിട്ടുള്ളൊരു ബിൽഡിങ്ങിലാണെങ്കിൽ, കുറേ കാലം നിൽക്കും എന്നുള്ളൊരു ബിൽഡിംഗ് ആണെങ്കിൽ നമുക്ക് നല്ല സേഫാണ്, അല്ലേ? പെട്ടെന്ന് പൊളിഞ്ഞു പോകാത്തൊരു ബിൽഡിങ്ങിൽ നമുക്ക് എത്രയും കാലം നിൽക്കാം, അല്ലെങ്കിൽ അത് സേഫായിട്ട് നിൽക്കാം. നമുക്ക് ചെറിയൊരു കാറ്റിനോ ചെറിയൊരു മഴക്കൊന്നും തകരാത്തൊരു ബിൽഡിംഗ് ആണെങ്കിൽ നമ്മളവിടെ സേഫാണ്. അപ്പം അതിൻ്റെ സേഫ്റ്റി, പിന്നെ അതിൻ്റെ ക്വാളിറ്റി, അത് നമ്മൾ ആ ഒരു ബിൽഡിങ്ങിൻ്റെ ക്വാളിറ്റി മീൻസ് അതിൻ്റെ എന്താ പറയുക, ഗുണം, അങ്ങനെയൊക്കെ പറയാമല്ലോ നമുക്ക്, അതിൻ്റെ ക്വാളിറ്റി എന്ന് തന്നെ.
നമ്മളിപ്പോൾ നല്ല ഡ്യൂറബിലിറ്റി ആയിട്ടുള്ള സംഭവമാണ്, ഒരുപാട് കാലം നിൽക്കുന്നതാണെങ്കിൽ അതിനനുസരിച്ചുള്ള ക്വാളിറ്റി അതിനുണ്ടാവും. അപ്പോഴാണ് അതിന് ഡ്യൂറബിലിറ്റി ഉണ്ടാവുള്ളൂ. ക്വാളിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ അതിന് ഡ്യൂറബിലിറ്റി ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്കതിൽ ആ ഒരു ഡ്യൂറബിലിറ്റി ഉള്ള ഒരു നല്ല ഡ്യൂറബിൾ ആയിട്ടുള്ള ഒരു ബിൽഡിംഗ് ആണെങ്കിൽ അതിൽ നമുക്ക് സേഫ് ആണ്, അതുപോലെ തന്നെ അതിൻ്റെ ക്വാളിറ്റി നമുക്ക് ഉറപ്പാണ് അല്ലേ. അപ്പോൾ നമുക്ക് അത്രയും സേഫായിട്ട് നമുക്ക് അതിൽ നിൽക്കാൻ കഴിയും. അതുമാത്രമല്ല ആ ബിൽഡിങ്ങിൻ്റെ ഒരു ക്വാളിറ്റി നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കും. അഞ്ചാമത്തെ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ഹെൽപ്സ് എൻവയോൺമെൻറ്റ് ബൈ കൺസേർവിങ് റിസോഴ്സസ് എന്നാണ്. നമുക്ക് ഈ പ്രകൃതിയെ സഹായിക്കാം എങ്ങനെ, റിസോഴ്സസ് കൺസേർവ് ചെയ്തിട്ട്. എന്താണ് ഇതുകൊണ്ട് നമ്മൾ അർത്ഥമാക്കുന്നത്, എങ്ങനെയാണ് നമ്മൾ എൻവയോൺമെൻറ്റിനെ ഹെൽപ്പ് ചെയ്യുമെന്ന് പറഞ്ഞത്? നമ്മൾ നിൽക്കുന്ന ഒരു പ്രദേശം എന്ന് പറഞ്ഞാൽ ഒരുപാട് കരിങ്കൽ കോറികളൊക്കെ ഉള്ള ഒരു പ്രദേശത്താണ് അല്ലേ. അപ്പം അവിടെയൊക്കെ എന്താണ്, എൻവയോൺമെൻറ്റിനെ ഇങ്ങനെ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഈ കല്ലൊക്കെ പൊട്ടിക്കുന്നത്? പുതിയ കൺസ്ട്രക്ഷൻ ചെയ്യാനും വേണ്ടിയിട്ടാണ്, പുതിയ നിർമ്മിതികൾക്ക് വേണ്ടിയിട്ടാണ്, അല്ലാതെ വാഹനങ്ങൾ ഉണ്ടാക്കാനല്ല അല്ലേ, അല്ലെങ്കിൽ വയറുകൾ ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ ഉണ്ടാക്കാനോ ഒന്നല്ല. ഇവിടെ കൺസ്ട്രക്ഷൻ ബിൽഡിംഗ് സ്ട്രക്ചറുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ പാറകളും മലകളൊക്കെ തുറന്നുണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരുപാട് കാലം നിലനിൽക്കുന്ന ഒരു ബിൽഡിംഗ് ആണെങ്കിൽ നമുക്ക് എന്താണ്, അവിടെ പുതിയൊരു ബിൽഡിങ്ങിനുള്ള മെറ്റീരിയൽസ് നമുക്ക് ലാഭിക്കാം. അതുമൂലം നമുക്ക് എന്താണ്, ആ കൺസേർവിങ് ആ റിസോഴ്സസിനെ കൺസേർവ് ചെയ്തുകൊണ്ട് നമുക്ക് ആ എൻവയോൺമെൻറ്റിനെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കും അല്ലേ. പുതിയ ബിൽഡിംഗ് ഉണ്ടാക്കുന്നില്ല എങ്കിൽ, കാരണം നമ്മൾ ഉണ്ടാക്കിയ ബിൽഡിംഗ് കുറേ കാലം നിലനിൽക്കുകയാണെങ്കിൽ പുതിയ ബിൽഡിംഗ് നമ്മൾ ഉണ്ടാക്കേണ്ട അവസ്ഥ വരില്ല. അങ്ങനെ പുതിയ ബിൽഡിംഗ് ഉണ്ടാക്കുന്നില്ലെങ്കിൽ നമുക്ക് അതിനു വേണ്ടി പാറ പൊട്ടിക്കേണ്ടി വരില്ല. അതാണ് ഹെൽപ്സ് എൻവയോൺമെൻറ്റ് ബൈ കൺസേർവിങ് റിസോഴ്സസ് എന്ന് പറഞ്ഞത്. അടുത്ത പോയിന്റ് പറഞ്ഞത് ഇംപ്രോപ്പർ ഡിസൈൻ ലീഡ്സ് ഫെയിലിയർ എന്നാണ്. നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടില്ലെങ്കിൽ ആ ഒരു സ്ട്രക്ചർ തകരാൻ കാരണമാകും, അല്ലെങ്കിൽ ഡിസൈനിൻ്റെ ഒരു അപര്യാപ്തത അല്ലെങ്കിൽ ഡിസൈനിൻ്റെ പക്വത ഇല്ലായ്മ അത് ആ ഒരു സ്ട്രക്ചർ തകരുന്നതിലേക്ക് വഴിവെക്കും എന്നുള്ളതാണ്. നല്ല രീതിയിൽ ഡിസൈൻ ചെയ്തിട്ടില്ലെങ്കിൽ, സ്ട്രക്ചറൽ ഡിസൈനൊക്കെ നമ്മൾ പഠിക്കാൻ പോകുന്നതാണ്, നിങ്ങൾ ഈ സെമ്മ് മുതൽ പഠിക്കുന്നതാണ്. അപ്പോൾ നല്ല രീതിയിലുള്ള ഡിസൈനിങ് ഇല്ലെങ്കിൽ, ഇംപ്രോപ്പർ ഡിസൈൻ ആണെങ്കിൽ ആ ഒരു ഡിസൈൻ ആ ഒരു സ്ട്രക്ചറിനെ ഫെയിലിയറിലേക്ക് നയിക്കും. അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ഡ്യൂറബിലിറ്റി കുറയാൻ ഇംപ്രോപ്പർ ഡിസൈൻ ഒരു കാരണമാണ്. നമ്മൾ പാലാരിവട്ടം പാലൊക്കെ വേണമെങ്കിൽ പറയാം, അത് കൺസ്ട്രക്ഷൻ ആവാം, ഡിസൈൻ ആവാം, എന്തിലാവാം പ്രശ്നങ്ങൾ. അവസാനം നമ്മൾ നോക്കുന്നൊരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ഷുഡ് കൺസിഡർ ഇൻ ഹോസ്റ്റൽ എൻവയോൺമെൻറ്റ്. അപ്പോൾ നമ്മൾ ഈ ഒരു പ്രശ്നബാധിതമായുള്ള ഒരു എൻവയോൺമെൻ്റ് ഒക്കെ ആണെങ്കിൽ, നമ്മളെ ലോല പ്രദേശങ്ങളൊക്കെ ആവാം അല്ലേ. ഇപ്പോൾ നമ്മൾ ഈ കസ്തൂരി രംഗനും അതുപോലെ തന്നെ നമ്മളെ ഈ ഭാഗത്തുള്ള നമ്മുടെ ഒരു ഏരിയ മലഭാഗങ്ങളും, കേരളത്തിൻ്റെ മലഭാഗങ്ങളൊക്കെ ഒരു ലോല പ്രദേശങ്ങളാണ്. അപ്പം ഈ എൻവയോൺമെൻറ്റിലെ ഹോസ്റ്റൽ എൻവയോൺമെൻറ്റിനെ നമ്മളൊന്ന് കൺസിഡർ ചെയ്യാം. നമുക്ക് ഡ്യൂറബിലിറ്റി കൂടുതൽ ബിൽഡിംഗ് ആണെങ്കിൽ നമുക്ക് അതിനൊക്കെ ഒന്ന് കൺസിഡർ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും പോയിന്റുകളാണ് നമ്മൾ ഇമ്പോർട്ടൻസ് ഓഫ് ഡ്യൂറബിലിറ്റിയിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് നോക്കുന്നത്. നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ നോക്കാം. അപ്പോൾ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ശരിക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്നാണ് വിശ്വസിക്കുന്നത്. എല്ലാവർക്കും നന്ദി.